ട്രംപ് തന്നെ മടങ്ങി വന്നൊരു ഒന്നൊന്നര വരവായിരുന്നു. മാത്രമല്ല ഒരു ഗെയിം ചേഞ്ചിങ് വരവുമായിരുന്നു. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഒരു അന്ത്യകാലത്തിന് വേണ്ടി വഴിയൊരുക്കുന്ന ആളായിരുന്നു എന്നും ഇടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാറെന്തിനാ ഈ കട തുറന്നു വെച്ചേക്കെന്നുള്ള ചോദ്യം വരെ പ്രസക്തമല്ല. ഏക ലോക നേതാവെന്നുള്ളൊരു കോൺസെപ്റ്റ് ബൈബിളിലുണ്ട്. ഈ ഒരു കാലം ചെല്ലുമ്പം ഈ ശക്തമായ നേതൃത്വങ്ങളെല്ലാം അസ്തമിച്ചിട്ട് ഒരു ലോക നേതൃത്വം വരുമെന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാർക്ക് ഇത്രയധികം പ്രോമിനൻസ് കിട്ടിയ ഒരു കാലഘട്ടം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏക ലോക നേതാവെന്നുള്ളൊരു കോൺസെപ്റ്റ് ബൈബിളിലുണ്ട്. അപ്പം അതിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഈ നേതാക്കന്മാരിലൂടെ നമുക്ക് കാണാൻ പറ്റുമോ? അതെ, അങ്ങനെ ഒരു കോമൺ ഫാക്ടറായിട്ട് അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊരു സൂചനയുണ്ടോ? ശരിയാണ്. വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇപ്പം ട്രംപ് തന്നെ മടങ്ങി വന്നൊരു അത്ഭുതം. അതൊരു ഒന്നൊന്നര വരവെന്ന് വേണേൽ പറയാം. ഒന്നൊന്നര വരവായിരുന്നു. മാത്രമല്ല ഒരു ഗെയിം ചേഞ്ചിങ് വരവുമായിരുന്നു. അതെ. ലോകത്തെ റീഡിഫൈൻ ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു വരവായിരുന്നു. ട്രേഡ് വാറും ഒക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ശക്തന്മാരായിട്ടുള്ള നേതൃത്വമുള്ളൊരു കാലമാണ്. പക്ഷേ ഇനി ഒരു കാലം ചെല്ലുമ്പം ഈ ശക്തമായ നേതൃത്വങ്ങളെല്ലാം അസ്തമിച്ചിട്ട് ഒരു ഒറ്റ നേതൃത്വം, ഒരു ലോക നേതൃത്വം വരുമെന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. അതെങ്ങനെയായാലും സംഭവിക്കുകയും ചെയ്യും. നമ്മൾ പല ട്രെൻഡ്സും പലയിടത്തും കാണുന്നുണ്ട്. എന്നാൽ ഈ വരാൻ പോകുന്ന ലോക നേതാവ് വളരെ കൗശലത്തോടെ വരുന്നൊരു ലോക നേതാവായിരിക്കും. അപ്പം ഈ ആൾക്കൂട്ടത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ചാടി വരുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ട്രെൻഡ് അനാലിസിസ് പ്രയാസമായിരിക്കും. ഒരു കൗശലക്കാരൻ പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് ചാടി ഇറങ്ങി വന്ന് ഞാനാണ് നിങ്ങളുടെ രക്ഷകൻ, എന്നിൽ അഭയം തേടിക്കോ. അപ്പം അന്നേരത്തേക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ന് പ്രശ്നങ്ങൾക്കൊരു ക്ഷാമവുമില്ല. അനേക വാറുകൾ, എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഒരു 10-30 വാറുകൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഉക്രൈനിലുണ്ട്, ഹമാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമ്മളൊരു യുദ്ധത്തിൻ്റെ നിഴലിലായിരുന്നു. ഇങ്ങനെ അനേക സ്ഥലങ്ങളിൽ ചെറുതും വലുതുമായ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഒരു ലോക നേതാവിൻ്റെ ആവശ്യം ഇത്രയധികം പ്രമുഖ നേതാക്കന്മാർ പലയിടത്തായിട്ടുണ്ടെങ്കിലും ഒരു സ്ഥിതിയിൽ ഒരു ലോക നേതാവിൻ്റെ ആവശ്യം വന്നേക്കാം. മാത്രമല്ല പ്രമുഖ നേതാക്കന്മാർ വരുമ്പോഴാണ് ഇവരുടെ ഇടയ്ക്ക് സമന്വയം പാലിക്കത്തക്ക വിധത്തിലൊരു അമ്പയറിൻ്റെ ആവശ്യവും വരുന്നത്. അതെ. ആ സ്ഥലത്തായിരിക്കാം ഒരു മീഡിയേറ്റർ. മത്തായി 24 തന്നെ രാഷ്ട്രത്തോട് എതിർക്കുന്നു എന്നൊരു വാക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് എങ്ങനെ നമുക്ക് ഇതിനെ തിങ്ക് ചെയ്യാൻ പറ്റുന്നു? ഒരു ആസ്പെക്റ്റ് യുദ്ധം തന്നെയായിരിക്കും, രാഷ്ട്രവും തമ്മിലുള്ള. മറ്റൊരെണ്ണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സാമ്പത്തികമായിട്ട് പിന്നെ നമ്മൾ കാണുമ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് ഈ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണങ്ങളും ഒക്കെയുണ്ട്. പുറത്തിപ്പം പറയുകയില്ല, കാരണം ഹ്യൂമനിസത്തിൻ്റെ കാലം ആയതുകൊണ്ട് പുറത്ത് പറയുകയില്ലെങ്കിലും പല ഈ ശാക്തിക ചേരികളുടെ പിന്നിലൊക്കെ അങ്ങനെയുള്ള ആശയങ്ങളും കാണാം. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ലോകം തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും 20-ാം നൂറ്റാണ്ടിൽ നന്നായിട്ടുണ്ടായിരുന്നു. ഒരിടയ്ക്കൊന്ന് കുറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പോൾ വീണ്ടും ഏകദേശം അതിലേക്ക് വരികയാണ്. റഷ്യയുടെ ഒരു ശാക്തീകരണം പുടിൻ്റെ നേതൃത്വത്തിൽ പഴയ കോൾഡ് വാറിലേക്ക് നമ്മൾ ശീതയുദ്ധത്തിലേക്ക് തിരിച്ചു പോവുകയാണോ എന്ന് ചിന്തിക്കത്തക്ക വിധത്തിലൊരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഇപ്പം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനായിട്ടായിരുന്നു. പഴയ ഫ്രാൻസിസ് മാർപ്പാപ്പ മരണപ്പെട്ടു. അതിനുശേഷം പുതിയൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു. ഈ മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്ര നേതാവുമാണ്, അതേസമയം തന്നെ മത നേതാവുമാണ്. ഒരു കത്തോലിക്ക സഭയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇത് അന്ത്യകാല സംഭവങ്ങളുമായിട്ട് ഏതെങ്കിലും നിലയിൽ കണക്റ്റഡ് ആണോ? അതെ. ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ പറയത്തക്ക നല്ല ഗുണങ്ങൾ പലതും ഉണ്ടായിരുന്നു. വളരെ ലളിത ജീവിതം നയിച്ചു. വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഒരു അന്ത്യകാലത്തിന് വേണ്ടി വഴിയൊരുക്കുന്ന ആളായിരുന്നു എന്നും ഇടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പരിണാമം സ്വീകാര്യമാണ്. ബൈബിളിലെ ആദ്യത്തെ 11 അധ്യായങ്ങൾ മിത്താണ്, അല്ലെങ്കിൽ കെട്ടുകഥയാണ്. അതുപോലെ തന്നെ എല്ലാ മതങ്ങളിലൂടെയും ദൈവത്തിലെത്താം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാറെന്തിനാ ഈ കട തുറന്നു വെച്ചേക്കെന്നുള്ള ചോദ്യം വരെ പ്രസക്തമല്ല, എല്ലാ മതങ്ങളും ആണെങ്കിൽ. അപ്പം ക്രൈസ്തവ ചിന്താഗതിക്ക് വിരുദ്ധമായ പ്രസ്താവനകൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഏത് മറ്റിസത്തെയും പ്രോത്സാഹിപ്പിക്കത്തക്ക കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏത്തിസത്തിനെ അനുകൂലിക്കുന്നതാണ് അദ്ദേഹം പറയുന്ന ഈ തീയിസ്റ്റിക് എവല്യൂഷൻ്റെ തത്വചിന്തകൾ.
ഈ തീസ്റ്റിക് എവല്യൂഷനെ വിശ്വസിക്കുന്ന പല ക്രൈസ്തവ നേതാക്കന്മാരും ഉണ്ട് ഉള്ളൊരു കാലഘട്ടമാണ്. ഉണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് ദൈവം എവല്യൂഷൻ ഉപയോഗിച്ചിരിക്കാം, അപ്പോൾ എവല്യൂഷൻ ശരിയാ എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്നത് നമ്മൾ എല്ലാം വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഹ്യൂമനിസം, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കുക, അവസാനം നമ്മളങ്ങ് എത്തിക്കൊള്ളൂ. അതുപോലെ പ്ലൂറലിസം, ബഹുസ്വരതയുടെ ഒരു തത്വമാണ് എല്ലാ സത്യങ്ങളും സത്യമാണ്, ഒരു സത്യവും ആത്യന്തികമല്ല. അപ്പം വാസ്തവത്തിൽ അന്ത്യകാലത്തിന് വേണ്ടിയൊരു വഴിയൊരുക്കം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിലൂടെ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള ബൈബിളിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പല സത്യങ്ങളെയും ചോദ്യം ചെയ്തു. എന്നാൽ പുതിയ മാർപ്പാപ്പയെക്കുറിച്ച് നമുക്ക് വിലയിരുത്താനായിട്ട് കാലമായിട്ടില്ല. അദ്ദേഹം വീണ്ടും തിരിച്ച് ബൈബിളിൻ്റെ കേന്ദ്ര വിഷയങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. എങ്കിലും ലോകമാകമാനം ഉള്ളവർ വളരെ ശ്രദ്ധയോടുകൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇനിയുള്ള കാലത്ത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ലോകാന്ത്യത്തിലേക്ക് നീങ്ങണമെങ്കിൽ ബൈബിളിൻ്റെ ധാർമ്മികതയ്ക്കെതിരെയുള്ള പ്രസ്ഥാനങ്ങൾ വളരുക വേണ്ടത്. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഇനിയും കാര്യങ്ങൾ ഭേദപ്പെടുമെന്ന് ചിന്തിക്കാനും ന്യായമായിട്ടുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അന്ത്യകാലത്ത് എല്ലാവരും ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു ലോക മത, നമ്മൾ നേരത്തെ അത് സാറ് മെൻഷൻ ചെയ്തിരുന്നു, ഒരു മത നേതാവ് കുറിച്ച് ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട്. ആ നിലയിലേക്ക് എന്തെങ്കിലും ഒരു വഴിയൊരുക്കം ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സൂചന നമുക്ക് കാണാൻ സാധിക്കുമോ? ഒരു കാലത്ത് എർദോഗനെ കുറിച്ച് ആളുകൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹമായിരിക്കും ആ കൗശലക്കാരനായ നേതാവെന്ന്. എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുമ്പോൾ ആ നേതാവ് വേണമെങ്കിൽ ഒറ്റ ദിവസം പെട്ടെന്ന് പ്രോമിനൻസിലേക്ക് വരുന്ന ഒരാളുമാകാം. ലോകത്തിൽ അന്നുള്ള ഏതെങ്കിലും വലിയൊരു പ്രശ്നത്തിനൊരു സൊല്യൂഷനുമായിട്ട് വരികയായിരിക്കും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു പക്ഷേ യെരുശലേം ദേവാലയം പുതുക്കി പണിയുന്നതിനോടുള്ള ബന്ധത്തിൽ ഒരു വലിയ കോൺഫ്ലിക്റ്റിലേക്ക് വന്നാൽ, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്ന ഒരാൾ വന്നാൽ, ആ ആൾ രണ്ട് സൈഡിനെ സമ്മതിപ്പിച്ച് രണ്ടുപേർക്കും അംഗീകാരയോഗ്യമായ ഒരു ഫോർമുലയിലെത്തുന്ന ഒരാൾ വന്നാൽ അദ്ദേഹം നല്ലൊരു കാൻഡിഡേറ്റ് ആയിരിക്കും. നമ്മൾ ഈ കഴിഞ്ഞ ഹമാസ് ഇസ്രായേൽ പോരിനിടയ്ക്കും അതിൻ്റെ ഏകദേശം അടുത്തു വരെ വന്നതായിട്ട് തോന്നി. ഇസ്രായേലി ദേവാലയം പിടിച്ചെടുക്കാനും അവിടെ അവരുടെ പുതിയ ദേവാലയം പണിയാനുള്ള ഒരു സാധ്യതയിലേക്കാണോ പോകുന്നതെന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ. അങ്ങനെ സംഭവിച്ചാൽ ലോകമെമ്പാടും വലിയൊരു അഭീവലായിരിക്കും, ഒരു കീഴ്മേൽ മറിച്ചിലുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ഒരു പക്ഷേ ആ സാഹചര്യത്തിലായിരിക്കും ബുദ്ധിമാനായ ഒരു മീഡിയേറ്റർ പെട്ടെന്ന് പ്രോമിനൻസിലേക്ക് ചാടി വരുന്നത്. അപ്പം എല്ലാവർക്കും സ്വീകാര്യനായ ഒരാളായിരിക്കണം. ആളായിരിക്കണം, ബുദ്ധിമാനായിരിക്കണം, കൗശലക്കാരനായിരിക്കണം, എല്ലാവരെയും സമ്മതിപ്പിക്കാനായിട്ട് കഴിയണം. അപ്പം അങ്ങനെയുള്ള ഒരു നേതാവ് അതാരാണ് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഏതായാലും വന്നേ ഒക്കത്തുള്ളൂ, വരിക തന്നെ ചെയ്യും. ഇപ്പോൾ രാഷ്ട്രീയവും മതവും തമ്മിലുള്ള ഒരു പൊരുത്തപ്പെടലിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഈ അന്ത്യകാല സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണോ? തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചേ പറ്റത്തുള്ളൂ. അതായത് ഇന്ന് നമ്മൾ അത്യന്താധുനിക കാലത്താണ് ജീവിക്കുന്നത്. അത്യന്താധുനികത്വമാണ് ഇന്നത്തെ തത്വചിന്ത. ഇതിൽ പ്ലൂറലിസമൊക്കെയാണ് വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബഹുസ്വരത, എല്ലാവരുടെയും ശരിയാ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് മതം എന്നുള്ളത് വളരെ റീഡിഫൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു എക്സ്ക്ലൂസീവിസം പറയാതെ, ഇപ്പോൾ യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയാനായിട്ട് മടിക്കുന്ന ക്രിസ്തീയ മതനേതൃത്വത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെല്ലാം ഒരു പൊളിറ്റിക്കൽ അജണ്ടയിലേക്ക് ചേർന്ന് പോവുക. നമ്മൾ ഈ ഹമാസിൻ്റെ ആ പ്രശ്നത്തെ ഒന്ന് വിശകലനം ചെയ്തത് ക്ലിയറായിട്ട് മനസ്സിലാവും. അതായത് ഇസ്രായേലിൽ നിന്ന് 10,000 പേരെ കൊല്ലുകയും കുറേ പേരെ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തൊരു സംഭവമാണ്. വാസ്തവത്തിൽ അന്ന് ലോക നേതൃത്വം പറയേണ്ടത് എന്തായിരുന്നു? ലോക നേതൃത്വം പറയേണ്ടത് ഈ ആളുകളെ പിടിച്ചെടുത്തുകൊണ്ട് പോയവരെ 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചു കൊണ്ടു കൊടുക്കണം, ഇല്ലേ ഞങ്ങളെല്ലാവരും നിങ്ങൾക്കെതിരെ വരും, നിങ്ങൾക്കിനി ഒരു സഹായവും ചെയ്യുകയില്ല എന്നായിരുന്നു ഹമാസിനോട് പറയേണ്ടത്. ലോകത്താരും പറഞ്ഞില്ല, ഈവൻ യുണൈറ്റഡ് നേഷൻ പോലും പറഞ്ഞില്ല. ഇതല്ലായിരുന്നു അവരുടെ ഡിമാൻഡ്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം ഉണർന്ന് ഇസ്രയേലിനെതിരെ പടയൊരുക്കം ആരംഭിച്ചു, ഇസ്രയേലിനെ വിമർശിച്ചു, ഇസ്രയേൽ അവരെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ചു. വാസ്തവത്തിൽ ഹമാസിൻ്റെ ലക്ഷ്യം ഈ 100-300 തടവിൽ വെച്ചവരെ വെച്ച് വിലപേശി അവരുടെ ഭീകരന്മാർ ജയിലിലുള്ളവരെ അനേകരെ രക്ഷിച്ച് ഭീകരവാദം വളർത്തുക എന്നുള്ളതായിരുന്നു. ഈ അജണ്ടയ്ക്കാണ് ലോകം മുഴുവൻ പൊട്ടുന്നത്. അതിൽ ഈവൻ UN പോലും വീണുപോയെന്നുള്ളതാണ് ശരി. ആ ആശയത്തോടായിരുന്നു പോപ്പിനും കൂടുതൽ ആഭിമുഖ്യം. ഈ ആളുകളെ ഇത്ര മണിക്കൂറിനുള്ളിൽ വിട്ടുകൊടുക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളിനി ഒരിക്കലും സഹായിക്കത്തില്ല എന്ന് പറയാൻ ഇവരാരും മുതിർന്നില്ല. അപ്പം ലോകത്തിൻ്റെ യുണൈറ്റഡ് നേഷൻസും
പല മതസംഘടനകളും ഒക്കെ ഒരേ ഒരു ലൈന് അലൈൻ ചെയ്ത് പോകുന്ന, ഈവൻ അമേരിക്കൻ പ്രസിഡൻ്റായ ജോ ബൈഡൻ പോലും ഇക്കാര്യത്തിൽ ഒരു നേരെയുള്ള സ്റ്റാൻഡ് എടുത്തില്ല. ഒരു ചായ ഉണ്ടായിരുന്നു. ഇസ്രയേലിനെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ സഹായിച്ചു എന്നുള്ള അതിൻ്റെ കാരണം അവിടെ ഇലക്ഷൻ വരുന്നതും അവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ള കമ്പൽഷൻസുമാണ്. പക്ഷേ എന്നാലും പലപ്പോഴും ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തിരുന്നില്ല. അപ്പം ഈ മതവും മതസംഘടനകളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഒക്കെ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് കൂടുതൽ വ്യക്തമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവരെല്ലാം ഒന്നാണ്. ഇവരുടെ എല്ലാവരുടെയും പ്രസ്താവനകളും ഒന്നാണ്. അപ്പോൾ ആ ഒരു ഐക്യത നമ്മൾ കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ മതത്തിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം കുറയുന്നുണ്ട്. പക്ഷെ അവർ മതം ഉപേക്ഷിക്കുന്നില്ല. അവരെല്ലാം മതത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് മതസ്വാധീനം ഇല്ലാതായെന്ന് പറയാനായിട്ട് പറ്റില്ല. ബാലൻസ് ആയിട്ട് കൊണ്ടുപോവുക. അത് ആ പ്ലൂറലിസത്തിൻ്റെ ഒരു എഫക്റ്റാണ്. എല്ലാ സത്യങ്ങളും ശരിയാ, ഈ സത്യത്തിൽ തന്നെ വിശ്വസിക്കണമെന്നില്ല. ഞാനിതിൽ ജനിച്ചു വിശ്വസിക്കുന്നു, നീ അതിൽ ജനിച്ചു നീ അത് വിശ്വസിച്ചോ. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വരുന്ന ഒരു പ്രത്യേക രീതിയാണ്. നമ്മൾ ബൈബിൾ പ്രവചനങ്ങളിലൊക്കെ കാണുന്ന പോലെ ഏക ലോക ഗവൺമെൻറ്, ഏക ലോക നേതാവ്, ഈ ഒരു കോൺസെപ്റ്റിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക്? തീർച്ചയായിട്ടും. അതായത് ഒരു ഏകലോക ഗവൺമെൻറ് വരാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലോകത്തിലെ തന്നെ ഒരു വലിയ മാതൃകയാണ് ഇന്ത്യയിലെ ആധാർ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അന്ന് അവർ പറഞ്ഞിരുന്നത് വളരെ രസകരമാണ്. നമുക്ക് ബൈബിൾ വായിക്കുന്ന പോലെ തോന്നുമായിരുന്നു. നിങ്ങളിതാരെയും നിർബന്ധിക്കരുത്, ഒരു 65% കഴിയുമ്പോൾ ഇത് തന്നെ എല്ലാവർക്കും ആവശ്യമായി വന്നോളൂ, ആളുകൾ ഇങ്ങോട്ട് വന്നു ചേർന്നുള്ളൂ. എക്സാക്ട്ലി അതുപോലെ സംഭവിച്ചു. ഇന്ന് ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾക്ക് പോലും ആധാറുണ്ട്. ഈ ആധാർ ഉള്ളത് കൊണ്ട് നമ്മുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടുകളെല്ലാം അതുമായിട്ട് ലിങ്ക് ചെയ്യുക വഴി നമ്മുടെ ഓരോരുത്തരുടെയും ധനവിനിയോഗവും ട്രാൻസാക്ഷനുകളും കൈകാര്യങ്ങളും വിനിമയങ്ങളും എല്ലാം ഇന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഡൽഹിയിലിരിക്കുന്ന ഒരാൾക്ക് ഇന്ത്യയിലുള്ള സകല പൗരന്മാരുടെയും പ്രവർത്തന രീതികൾ വിലയിരുത്താൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് AI ഒക്കെ വരുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ വരുന്നത്. അതായത് ബിഗ് ഡേറ്റ മാനേജ്മെൻ്റ് ഒക്കെ ഇന്ന് വളരെ എളുപ്പമാണ്. അനേകായിരം കോടി ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തിരഞ്ഞ് ഗവൺമെൻറ്റിന് താല്പര്യമുള്ള കാര്യങ്ങളിൽ ഇവരാരെങ്കിലും ഉൾപ്പെടുന്നുണ്ടോ, ഗവൺമെൻറ് വിരുദ്ധ കാര്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് കണ്ടുപിടിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു ഏക ഗവൺമെൻറ്റിനുള്ള സകല സജ്ജീകരണങ്ങളും ഉണ്ട്. എല്ലാം ഇന്നൊരു ഏക നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ലോകത്തിൽ വന്നാലും ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് സകലതും സജ്ജീകരിച്ച് ഒരു കൺട്രോൾഡ് റെഷീം ഈസിയാണ് പറ്റുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതിനുള്ള എല്ലാം സജ്ജമായി കഴിയും. എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി ആ നേതാവ് ഇങ്ങോട്ട് സ്പ്രിങ് അപ്പ് ചെയ്ത് വന്നാൽ മതി. ഇപ്പം ഇങ്ങനെ ഉള്ളൊരു സാഹചര്യം, രാഷ്ട്രീയമാണേലും മതപരമാണേലും ഒരു ലോക മനുഷ്യ നേതാവിൽ മനുഷ്യർ ഒരു പ്രതീക്ഷ വയ്ക്കുന്നതിലുള്ളൊരു റിസ്ക് വലുതല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിനകത്തൊരു അപകടമുണ്ട്. അതായത് ഏതു മനുഷ്യനും കുറേ കുറവുകളും കുറ്റങ്ങളും ഒക്കെ കാണും. അപ്പം എല്ലാവരും ഒരു മനുഷ്യനിൽ ആശ്രയിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ ആയിരിക്കും ലോക വ്യവസ്ഥിതിയെ കൊണ്ടുപോകുന്നത്. അത് ചിലപ്പോഴേ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമ്മളിപ്പം ലോകത്തിൽ തന്നെ കാണുന്ന ഇപ്പം വടക്കൻ കൊറിയയിലെ നേതൃത്വം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങ് ഭരിച്ചു പോവുക, ജനങ്ങളെല്ലാം പിന്നിൽ അണിനിരക്കേണ്ടതായിട്ട് വരിക, നിർബന്ധത്താലാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും. അപ്പം അങ്ങനൊരു ഏക നേതൃത്വത്തിൽ വിശ്വസിച്ച് പോകുന്നത് തീർച്ചയായിട്ടും നമ്മളെ കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കും. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഈ ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ നല്ലൊരു മോഡലാണ്. അത് ദൈവിക മോഡലൊന്നും അല്ല, പക്ഷേ ഒരു നല്ല മോഡലാണ്. അതിനെ തകർത്തിട്ട് ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു ഏക നേതൃത്വം, അതെത്ര ഉത്കൃഷ്ടതയുള്ള നേതാവാണെങ്കിലും ആ ആളിന് ഇഷ്ടമുള്ളതുപോലെ ലോകത്തെ ചലിപ്പിച്ചു കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ആശാസ്യമല്ല. മാത്രമല്ല ആ ആളുടെ ഫിലോസഫിയിൽ, തത്വചിന്തയിൽ എന്തെങ്കിലും വൈകൃതങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോവുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അയാൾ അത്ര പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടാനായിട്ടില്ലത്. അതാണ് പറയുന്നത്. ഒരു ബെനവലൻ്റ് ഡെസ്പോണ്ടൻറ്റ്, അതായത് ഒരു നന്മ ചെയ്യുന്ന ഒരു ഏകാധിപതി ലോകം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഏക നേതൃത്വം വരും. ഇനി സഭയിലേക്ക് വന്നാലും ഇതേ പ്രശ്നം വരും. നമ്മൾ വൈഡ് നോക്കിയാൽ കൂട്ടുത്തരവാദിത്വമാണ് ഓരോ ചെറിയ സ്ഥലം സഭയിൽ പോലും ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ മുകളിൽ അവരെ ഫെഡറേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു വ്യവസ്ഥിതിയും നമ്മൾ ബൈബിളിലെങ്ങും കാണുന്നില്ല. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു ഭരണാധികാരിയെ വെക്കുന്ന വ്യവസ്ഥിതിയും ബൈബിളിലില്ല. അങ്ങനൊരു വ്യവസ്ഥിതിയേ ഇല്ല. ഒരു ചെറിയ ലോക്കൽ സഭയ്ക്ക്, ഒരു പ്രാദേശിക സഭയ്ക്ക് ഒരു നേതൃത്വം, അത് കൂട്ടുത്തരവാദിത്വമുള്ള ഒന്നിലധികം ആളുകളുള്ള ഒരു നേതൃത്വം എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്.
അങ്ങനെ വരുമ്പോൾ ചർച്ചയിലൂടെ അവരുടെ അന്യോന്യമുള്ള കുറവുകൾ പരിഹരിക്കപ്പെട്ട് കൂടുതൽ പെർഫെക്റ്റായിട്ട്, അവർക്ക് പോലും ഒരു പെർഫെക്റ്റ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകാൻ പറ്റത്തില്ല, എന്നാലും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥയാണ് ദൈവം വിഭാവനം ചെയ്യുന്നത്. ഏക നേതാവിനെ ദൈവം വിഭാവനം ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു ലോകത്തിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നൽകുന്ന ഒരു ഹോപ്പ് എന്താ? ഇങ്ങനെ ആൾക്കാർ ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് പറയുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. തീർച്ചയായിട്ടും ഒരു വശത്ത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ കേൾക്കുന്നു, മറുവശത്ത് മോറൽ ഡീഗ്രഡേഷൻ, ധാർമ്മികമായിട്ടുള്ള അധപ്പതനം ഭയങ്കരമായിട്ട് ലോകത്തെ ചലഞ്ച് ചെയ്യുന്നു. വേറൊരു വശത്ത് കുടുംബ തകർച്ചയും അതുപോലെ തന്നെ ഈ ക്രൈം റേറ്റ് ഒക്കെ കൂടുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. വേറൊരു വശത്ത് മയക്കുമരുന്നും കള്ളും കഞ്ചാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മറ്റൊരു വശത്ത് ഈ ലൈംഗിക അരാജകത്വം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, LGBT പോലുള്ള കാര്യങ്ങളിൽ അതിലൊക്കെയുള്ള കൂടുതൽ താല്പര്യങ്ങൾ, ഇങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് മനുഷ്യന് പ്രത്യാശ നൽകാൻ കഴിയുന്ന ഏക വാർത്ത സുവിശേഷമാണ്. അതായത് യേശുക്രിസ്തു മനുഷ്യരെ രക്ഷിക്കുന്നു, പാപികളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു, നേർവഴിയിൽ നടത്തുന്നു, ദൈവിക മൂല്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. ലോകത്തിൻ്റെ ഏക പ്രത്യാശയും അത് തന്നെയാണ്. ഇന്ന് ലോകം മുഴുവനായിട്ട് എല്ലാവരും അങ്ങനെ അംഗീകരിക്കുമെന്നൊന്നും നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇടുങ്ങിയ വഴിയിലൂടെ വരുന്ന ഒരു ചുരുക്കമാണ്. എന്നാൽ ഒറ്റപ്പെട്ട ഏതു മനുഷ്യനും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും വരാനുള്ള ഓഫർ, ആ വാഗ്ദത്വമുണ്ട്. അത് അനേകർ പ്രാപിച്ചിട്ടുണ്ട്, ഇനിയും അനേകർക്കും അത് സാധ്യവും ആണ്. അവസാനമായ ഒരു ചോദ്യം കൂടെ. നമ്മൾ ഈ ലോക നേതാക്കളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിനെ ഒരു നേതാവായിട്ട് കൂടെ, അല്ലെങ്കിൽ ഒരു രാജാവായിട്ട്, ലോകത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവായിട്ട് അവൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവനെ രാജാവായിട്ട് ബൈബിള് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പം യേശുക്രിസ്തു എങ്ങനെയാണ് ഒരു നല്ല നേതാവായിട്ട്, അല്ലെ രാജാവായിട്ട് നമുക്ക് യേശുക്രിസ്തുവിനെ എങ്ങനെ കാണാം? ഈ മറ്റ് നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റും. അതെ, നമുക്കറിയാം യേശുക്രിസ്തു ആദ്യം വന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നത് ഒരു ദാസനായിട്ടൊരു മനുഷ്യനായിട്ട്, മാനവജാതിയുടെ പാപത്തിന് പകരമായിട്ട് മരിക്കാനായിട്ട്, മാത്രമല്ല അന്ത്യമായിട്ട് നമ്മൾ കാണുന്ന ക്രൂശിൽ നമുക്ക് പകരമായിട്ട് പടഞ്ഞു മരിക്കുന്നവനായിട്ട്, അതിനുശേഷം 3 ദിവസത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുന്നവനായിട്ട്, കരയേറി പോകുന്നവനായിട്ടാണ് മാനവജാതി അവസാനം യേശുക്രിസ്തുവിനെ ദർശിക്കുന്നത്. എന്നാൽ ഇനിയും കർത്താവ് വരാൻ പോകുന്ന ഒരു രാജാവായിട്ട്, ഒരു ശ്രേഷ്ഠനായ രാജാവായിട്ടാണ്. ആ രാജാവിൻ്റെ ധാർമ്മികതയെന്ന് പറയുന്നത് പെർഫെക്റ്റാണ്, അബ്സല്യൂട്ടാണ്, തികവുള്ളതാണ്, അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ അല്പം പോലുമില്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല ആ രാജാവിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്ന അതുല്യമായ ക്യാരക്ടറാണ്, പെർഫെക്റ്റ്, ഒരു കുറവുമില്ലാത്ത ക്യാരക്ടറുള്ള, അതേസമയം തന്നെ അങ്ങേയറ്റത്തെ ധാർമ്മികതയുള്ള ഒരു രാജാവ് ഭരിക്കുമ്പോൾ, നീതിയുള്ള രാജാവ് ഭരിക്കുമ്പോൾ ഒരു ധാർമ്മിക ലോകം തീർച്ചയായിട്ടും രൂപപ്പെടും. അന്ന് യേശുക്രിസ്തു തൻ്റെ മക്കളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച്, അവരെ എല്ലാവരെയും എൻകറേജ് ചെയ്ത്, അവരെ എല്ലാവരെയും എമാൻസിപ്പേറ്റ് ചെയ്ത്, അവരെ ഉന്നതിയിലേക്ക് നടത്തി, അങ്ങനെ അതിശ്രേഷ്ഠമായ ഒരു ഭരണക്രമമായിരിക്കും ഈ ലോകത്തിൽ നടക്കുന്നത്. ആ ഭരണക്രമത്തിന് സാമ്പത്തികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള സാമ്പത്തിക താല്പര്യമൊന്നും ആയിരിക്കില്ല ഗൈഡ് ചെയ്യുന്നത്. വ്യക്തിപരമായ പൊളിറ്റിക്കൽ അജണ്ടയൊന്നുമില്ല, കാരണം ചലഞ്ച് ചെയ്യാൻ വേറെ ആരുമില്ല. മാത്രമല്ല നന്മ നിറഞ്ഞ ഒരാൾ ഭരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. അപ്പം അന്ന് യുദ്ധങ്ങളും വഴക്കുകളും ഒന്നുമില്ല. അങ്ങനെയുള്ള ഏറ്റവും നല്ല ഒരു ഭരണം തന്നെയായിരിക്കും, ഒരു നല്ല നേതൃത്വം തന്നെയായിരിക്കും യേശുക്രിസ്തു നയിക്കാനായിട്ട് പോകുന്നത്. ഒന്നാം വരവിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു ദാസ്യ നേതൃത്വമായിരുന്നു. ഒരു ദാസ്യ രാജാവായിട്ടാണോ കർത്താവ് വരുന്നത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനിയും ക്രൂശിക്കപ്പെടാനായിട്ട് വരുന്ന ഒരാളായിട്ടൊന്നുമല്ല, എന്നാൽ നമ്മളെയൊക്കെ രാജത്വത്തിലേക്ക് ഉയർത്തി അത് കണ്ട് സന്തോഷിക്കുന്ന ഒരു ശരിക്കുള്ള മെൻറ്ററായിട്ടായിരിക്കുമോ കർത്താവ് വരുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യതയെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോസ്തലന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ നിന്ന് ഭരിക്കും, ഞാനാണ് ഭരണാധികാരി, പക്ഷെ ഞാനല്ല ഭരിക്കാൻ പോകുന്നത്, നിങ്ങളാണ്. അപ്പം മറ്റുള്ളവരെ മുന്നിലേക്ക് വിടുന്ന ഒരു നല്ല ഭരണാധികാരി ആയിട്ട് കർത്താവ് വിരാജിക്കാനായിട്ട് പോവുക. നീതിയുള്ള രാജാവായിട്ട് യേശുക്രിസ്തു വരും. അത് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. ആ നീതിയുള്ള രാജ്യത്തിൻ്റെ അവകാശികളായി തീരാത്തവർ, അല്ലേ, ആരെങ്കിലും ഉണ്ടെങ്കിൽ
യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നീതിയുള്ള രാജാവിൽ വിശ്വാസമർപ്പിച്ച് അവൻ സൗജന്യമായി നൽകുന്ന രക്ഷയിൽ ആശ്രയിച്ച് നീതിയുള്ള രാജ്യത്തിനായിട്ട് നമുക്ക് ആ രാജാവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഞങ്ങൾ കേട്ട എല്ലാവർക്കും ഈ എപ്പിസോഡ് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.